ജീവിതത്തിലും എഴുത്തിലും സ്നേഹത്തിന്റെ സ്വന്തം പതാക ഉയർത്തിപ്പിടിക്കുന്ന കമലാ സുരയ്യ ആത്മാവിന്റെ വെളിപാടുകൾ അവർ ജീവിതത്തിലും എഴുത്തിലും ആവിഷ്കരിച്ചു. അപ്പോഴൊക്കെ ഭാഷയുടെയും ലോകത്തിന്റെയും യാത്രയെന്നാൽ ചിലത് ഉപേക്ഷിക്കപ്പെടുകയാണ്. മടക്കമില്ലാത്ത യാത്രകൾക്ക് നോവിന്റെ ഭാരമേറും. വേർപാട് പറിച്ചുനടലാണ്. ഒരാളുടെ യാത്ര തീവ്രമായ മറ്റെന്തോ ആയി മാറുന്നത് അങ്ങനെയാണ്. മാധവിക്കുട്ടി മലയാളം ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. തന്റെ വികാര സാമ്രാജ്യങ്ങൾ വെടിഞ്ഞിരിക്കുന്നു. പൂനെയിലെ സീഗോൾഡ് അപ്പാർട്ട്മെന്റിലെ 6ാം നിലയിലെ അപരിചിതങ്ങളിലേക്കുള്ള ആ യാത്രയ്ക്ക് ചിലത് എന്നേക്കുമായി നിരാകരിക്കുന്നതിന്റെ പങ്കുവയ്ക്കപ്പെടാത്ത എന്തോ ഒന്ന് പറയാനുണ്ടായിരിക്കാം. പ്രിയപ്പെട്ട ഒരാൾ നമ്മുടെ സ്വന്തമല്ലാതാകുന്നതിന്റെ വ്യസനം മാധവിക്കുട്ടിയെ വായിച്ചിട്ടുള്ള ഓരോ മലയാളിയും പ്രകടിപ്പിച്ചിരിക്കാം. പോകരുതെന്ന് പലകുറി പറഞ്ഞിരിക്കാം. പക്ഷേ ഒന്നും പറയാതെ പങ്കുവയ്ക്കാതെ അവർ യാത്രയായി. മലയാളത്തിൽ ഒരു വാക്കുപോലും ഇനി എഴുതില്ല എന്ന കഠിനമായ തീരുമാനത്തോടെ ആ തൂലികയിൽ പിറക്കുന്ന അക്ഷരങ്ങൾക്കായി ലോകം കാത്തിരിക്കുമ്പോഴും അതിൽ പങ്കില്ലാതെ മലയാളം ഇനി മാറി നിൽക്കണം. മാധവിക്കുട്ടിയെ പരീക്ഷിച്ചു മതിയായിട്ടില്ലാത്ത മലയാളിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ തീരുമാനം. പക്ഷേ മാധവിക്കുട്ടി തൻ്റെ പാരമ്പര്യം ഒരാൾക്ക് പകർന്നുകൊടുത്താണ് യാത്ര പോയത്. ഞാനൊരു ചെറിയ കുട്ടിയായിട്ടൊരു 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് കഥകളൊക്കെ വായിച്ചു തുടങ്ങിയത്. അപ്പോൾ അന്ന് മാതൃഭൂമി ആഴ്ചപ്പതിപ്പും ജനൈകമൊക്കെ എന്നും വീട്ടിൽ വരുമായിരുന്നു. പൊരിലൊക്കെ മാതൃഭൂമിയിൽ മാധവിക്കുട്ടിയുടെ ഒരു കഥയുണ്ടായിരുന്നു. ഒരു വൃദ്ധനെ വിവാഹം ചെയ്ത ചെറുപ്പക്കാരി, 2ാം വിവാഹമായിരുന്നത്. അപ്പോൾ ആ വൃദ്ധൻ മരിച്ചപ്പോൾ വൃദ്ധൻ്റെ മക്കളെ ചെറുപ്പക്കാരിയെ അടിച്ചിറക്കി വിടുക വീട്ടിൽ നിന്ന്. അപ്പോൾ അവരൊരു ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് ക്ഷീണിതയായ ഒരു യുവതി. അപ്പോൾ ASൻ്റെ ചില സ്ട്രോക്കുകളിൽ കൂടി ആ ദൈന്യത നിറഞ്ഞ മുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥയിൽ വളരെ ചെറിയ വാക്കുകൾ കൊണ്ട്, വളരെ ലളിതമായ വർണ്ണനകൾ കൊണ്ട് ആ സ്ത്രീയുടെ ഒരു ദൈന്യതയും അവരുടെ ഒരു ആത്മാർത്ഥ സ്നേഹം അവസാനം അവർക്ക് സമ്മാനിച്ച ആ വ്യർത്ഥതയൊക്കെ ഇങ്ങനെ വരഞ്ഞു കാട്ടിയിരുന്നു. അന്നാണ് ഞാൻ ഈ മാധവിക്കുട്ടി എന്നുള്ള പേര് കാണുന്നത്. പിന്നെ അന്നൊന്നും ഇങ്ങനെ എഴുത്തുകാരുടെ ചിത്രങ്ങളൊന്നും വരാറില്ലായിരുന്നു. അവർ ഇങ്ങനെ കാണാമറയത്തിരുന്ന്, എന്നെ മാധ്യമങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ അന്ന്. അപ്പം കാണാമറയത്തിരുന്നായിരുന്നു അവരൊക്കെ എഴുതുന്നത്. അപ്പോൾ വളരെ അപൂർവമായിട്ടാണ് പൊറ്റക്കാടിൻ്റെയും ഉറൂബിൻ്റെയൊക്കെ പടങ്ങൾ നമുക്ക് കാണാൻ കിട്ടുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം മാതൃഭൂമിയിൽ മാധവിക്കുട്ടിയുടെ ഒരു ചിത്രം കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട്, അപ്പോൾ സമ്മർ ഇൻ കൽക്കട്ടയെക്കുറിച്ച് KP നിർമ്മൽകുമാറാണ് തോന്നുന്നത് ഒരു പഠനം പോലെ എഴുതിയൊരു ലേഖനത്തിൻ്റെ ഒപ്പമാണ് കാണുന്നത്. പിന്നെ അതും കഴിഞ്ഞ് കുറച്ചുകൂടെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ കഥ. അപ്പോൾ എൻ്റെ കഥ അന്ന് ഞങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു പ്രീ യൂണിവേഴ്സിറ്റിക്കൊക്കെ പഠിക്കുക. അത് കേരളത്തിലൊരു വമ്പിച്ച പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. ആ ഭാഷയുടെ മനോജ്ഞത കണ്ടും അന്ന് വരെ ആരും പറയാത്ത അത്രയ്ക്കൊരു ധീരമായൊരു കാൽവയ്പ്പായിരുന്നത്. അപ്പോൾ അതിൻ്റെ അവതാരികയിൽ മാധവിക്കുട്ടി എഴുതിയിരുന്നു, ഞാൻ എൻ്റെ ഹൃദയരക്തത്തിൽ തൂലിക മുഖ്യാണ് ഇതെഴുതുന്നതെന്ന്. അത്രയ്ക്ക് ട്രൂത്ത്ഫുള്ളായിരുന്നത്. അപ്പോൾ അത് വന്ന ആ മലയാള നാട് ഓരോലൊക്കെ എത്രയോ തവണ എന്നെപ്പോലെ ഒരുപാട് വായനക്കാരത് എത്ര തവണ ആവർത്തിച്ച് വായിച്ചിട്ടുണ്ട്. അപ്പം അതും കഴിഞ്ഞ് അനേക വർഷം കഴിഞ്ഞാണ് ഞാൻ വിവാഹിതയ്ക്കായി തിരുവനന്തപുരത്ത് വരുമ്പം മാധവിക്കുട്ടി ശാസ്തമംഗലത്ത് താമസിക്കാൻ വന്ന്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. ഞാൻ ഈ സാഹിത്യത്തിൻ്റെ ലോകത്ത് ഏറ്റവും അധികം സ്നേഹിക്കുന്ന 2 പേരെയാണ്. ഒന്ന് മാധവിക്കുട്ടി, ഒന്ന് അഷിതയും. അപ്പം അതിനകത്തൊരു പ്രത്യേകത, അങ്ങേയറ്റം വൈരുദ്ധ്യമാണ് 2 പേരുടെയും വ്യക്തിത്വം. അഷിതയാണേൽ സ്വകാര്യതയെ വളരെ അങ്ങേയറ്റം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. ഒരു ആൾക്കൂട്ടങ്ങളിൽ അലിയാനോ അല്ലെങ്കിൽ യാതൊരുവിധ കടന്നുകയറ്റങ്ങളും അനുവദിക്കാത്ത ഒരു പർണാശ്രമം പോലെ മനസ്സിനെ വെക്കുന്ന ഒരാളാണ്. ആമി നേരെ തിരിച്ച് ആമിയുടെ ഹൃദയം ഒരു തുറന്നിട്ട ജനവാതിലുകളിലൊരു വീട് പോലെയാണ്. ആളുകൾ യഥേഷ്ടം കയറി ഇറങ്ങുന്നു. അതൊരു പണ്ഡിതനെന്നോ പാമരനെന്നോ ദുഷ്ടനെന്നോ വിശുദ്ധനെന്നോ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ എല്ലാവരെയും ഇങ്ങനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ ആമി എപ്പോഴും എപ്പോഴും ജനമധ്യത്തിലാണ്. അപ്പോൾ അതിൻ്റേതായ വേദനകളും അതിൻ്റേതായ ആഹ്ലാദങ്ങളും എല്ലാം ആമി അനുഭവിക്കുന്നുണ്ട്. ഞാൻ MA പഠനമൊക്കെ കഴിഞ്ഞ് പ്രസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തു. അപ്പോൾ ജേർണലിസം കഴിഞ്ഞ് മാതൃഭൂമിയിൽ റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യുക. ആ സമയത്ത് മോനു നാലപ്പാടായിരുന്നു മാതൃഭൂമിയുടെ MD. അപ്പോൾ മോനു ഒരിക്കൽ പറഞ്ഞു, എഴുത്തുകാരിയായ അമൃത പ്രീതം
മാധവിക്കുട്ടിയുടെ അതിഥിയായിട്ട് വരുന്നുണ്ട്, അപ്പം അവരെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന്. അപ്പം അന്ന് കുറവങ്കോണത്തിനടുത്തുള്ളൊരു പഴയ വീട്ടിൽ വലിയൊരു മാവൊക്കെ പടർന്ന് നിൽക്കുന്ന മുറ്റമൊക്കെ ഉള്ളൊരു വീടുണ്ട്. അപ്പോൾ അവിടെ ദാസരനും മാധവിക്കുട്ടിയും താമസിക്കുന്നത്. അപ്പോൾ ഈ അമൃതപ്രിയത്തിന് ഇൻ്റർവ്യൂ ചെയ്യാനാണ് ഞാൻ പോകുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലെ ആകാംക്ഷ മുഴുവൻ മാധവിക്കുട്ടിയെ കാണുകയാണ്. കാരണം അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു എഴുത്തുകാരിയാണല്ലോ. പിന്നെ ഒരു വിദൂര നക്ഷത്രം പോലെ എനിക്ക് തോന്നിയ ഒരാൾ. അപ്പോൾ ഞാൻ നേരിട്ട് കാണുമെന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വമ്പിച്ച ഉത്സാഹത്തോടെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അമൃതപ്രീതോ ഉണ്ടായിരുന്നു. അവർ വളരെ ഗൗരവ പ്രകൃതി, ഇങ്ങനെ പുരുഷന്മാരെ പോലെ പറ്റ മുടിയൊക്കെ വെട്ടി കുറച്ച് വളരെ കാര്യം മാത്രം പ്രസക്തമായി മാത്രം സംസാരിക്കുന്ന. അപ്പോൾ അവരുടെ സുഹൃത്തായ ചിത്രകാരനും ഉണ്ട്. അപ്പോൾ ഈ അവർ വളരെ ഒരു ഇൻ്റർവ്യൂവിനൊന്നും അവർ തയ്യാറാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് തീരെ അനുഭവ പരിചയമില്ല, ഏത് താക്കോലിട്ടാ വാതിൽ തുറക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ശ്രദ്ധയും എൻ്റെ മനസ്സ് മുഴുവൻ ആമിയിലായിരുന്നു. അപ്പോൾ അന്നത്തെ ആമി എന്ന് പറഞ്ഞാൽ അവരുടെ ആ യൗവനത്തിൻ്റെ എല്ലാ ആ ഒരു ഉത്സവഭാവത്തോട് നിൽക്കുന്ന ആ കണ്ണുകളൊക്കെ ഇങ്ങനെ വിടർന്നൊരു മിസ്റ്റിക് ഭാവത്തിൽ, അപ്പോൾ ഒരു ഉജ്ജ്വലമായ ഒരു മുഖം, അപ്പോൾ വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം. എനിക്ക് വളരെ പെട്ടെന്ന് ഫ്രീ ആകാൻ പറ്റി മാധവിക്കുട്ടിയോട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഏകാഗ്രതയൊക്കെ അമൃതപ്രീതത്തിൽ നിന്ന് പോയിട്ട് ഞാൻ ആമിയിൽ അങ്ങ് ലയിച്ചു ചേർന്നു. ആ ഇൻ്റർവ്യൂവിൽ കാര്യമായിട്ടൊന്നും ഞാൻ എഴുതിയില്ല. അപ്പം ഞാൻ തിരിച്ച് MD നാൽപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല എന്ന്. പക്ഷേ എനിക്ക് വളരെ സന്തോഷം തോന്നി, കാരണം ഞാൻ എൻ്റെ ആരാധനാപാത്രത്തെ ഞാൻ കണ്ടുവല്ലോ. അത് കഴിഞ്ഞ് പിന്നെ മറ്റൊരു വീട്ടിലേക്ക് മാധവിക്കുട്ടി മാറി. അപ്പോഴും ഞാൻ ഒരു വായനക്കാരിയുടെ ഒരു ഔത്സുക്യത്തോടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെല്ലാറുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും ആ സമയത്തൊക്കെ വലിയൊരു രാജസദസ്സ് പോലെ, ആ സദസ്സിൻ്റെ നടുക്കൊരു സിംഹാസനം പോലെ കുറച്ച് ഉയർന്ന ഒരു ഇരിപ്പിടത്തിൽ മാധവിക്കുട്ടി ഇരിപ്പുണ്ടായിരിക്കും. എപ്പോഴും ഒരു കസവ് കരയൊക്കെയുള്ള നമ്മുടെ ഈ കരാൾക്കട സാരി ഉണ്ടല്ലോ, അങ്ങനത്തെ കവണി സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടൊക്കെ എടുത്ത് നല്ല ആഭരണങ്ങളൊക്കെ ഇട്ട് കൈകളിലൊക്കെ വളകളും ഇപ്പോൾ തിളങ്ങുന്നൊരു പൊട്ടുണ്ടാവും നെറ്റിയാൽ. അപ്പോൾ മുടി ഇങ്ങനെ ശരിക്കൊരു പനങ്കുല പോലെ ഇങ്ങനെ കറുത്ത തിളങ്ങുന്ന മുടി. അപ്പം നടുക്ക് ആമി ഇങ്ങനെ ഒരു രാജസദസ്സിൽ ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഉമയമ്മറാണിയുടെ ഒക്കെ പ്രൗഢിയോടെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അപ്പോൾ രണ്ട് സൈഡിലും ആരാധകരെന്ന് പറഞ്ഞാൽ അവർ പലരുണ്ട്. കവികൾ, എഴുത്തുകാരും, എന്താ പറയുന്ന ശില്പികളുണ്ട്. ജീവിതത്തിൻ്റെ പല തുറകളിൽപ്പെട്ട ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ നിരന്തരം ഓരോ സംസാരങ്ങളും ചിരികളും അങ്ങനെ വളരെ ഒരു ജീവസിട്ടൊരു സദസ്സായിരുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകുമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ എഴുതാനൊക്കെ തുടങ്ങിയത്. അപ്പം വളരെ അവിചാരിതമായിട്ടാണ് ഒരു വയലാർ അവാർഡ് ദാന ചടങ്ങിൽ എൻ്റെ ചിലങ്ക ഞാൻ റോസ്മേരിക്ക് സമ്മാനിക്കുന്നുവെന്ന് ആമി പ്രഖ്യാപിച്ച്. ശരിക്കും ഞാനത് കേട്ട് ഭയങ്കര അവിശ്വസനീയമായിപ്പോയി. എനിക്കത് ഞാൻ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ആകെ 10-16 കവിതകളെ ഞാൻ അന്ന് എഴുതിയിട്ടുള്ളൂ. അപ്പം ആ കവിതകളൊക്കെ ഈ ആമി ഇതൊക്കെ വായിക്കുന്നുണ്ടെന്നോ, ഞാൻ ആ കവിതകളെക്കുറിച്ചൊന്നും ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊന്നും ഒക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നീട് കുറേ നാളൊക്കെ കഴിഞ്ഞ് ഒരിക്കൽ കാണുമ്പോൾ ഞാൻ ചോദിച്ചു, ആമിക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയാൻ തോന്നിയത്? അപ്പോൾ ആമി പറഞ്ഞു, എനിക്ക് നിൻ്റെ മനസ്സിനെ അറിയാം. അത് ഞാൻ ചില കവിതകളൊക്കെ എനിക്കൊന്ന് ഒച്ച ഉണ്ടാക്കരുതെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അത് ശരിക്കും എൻ്റെ ഒരു ആത്മകഥ തന്നെയാണ്. പിന്നെ ചാഞ്ഞു പെയ്യുന്ന പ്രണയം എന്ന് പറഞ്ഞിട്ട് ഒരു വൃദ്ധൻ്റെ സ്നേഹത്തെപ്പറ്റി. വൃദ്ധൻ്റെ സ്നേഹം ഒരു ചാഞ്ഞു പെയ്യുന്ന മഴ, അത് പുല്ലിൻ്റെ മേൽത്തട്ടി മാത്രമേ തങ്ങുള്ളൂ, ഭൂഗർഭത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതുവരത്തല്ല. അപ്പോൾ ആ കവിതകളൊക്കെ താൻ വായിച്ചിരിക്കുന്നതെന്നൊക്കെ ആമി പറഞ്ഞപ്പോൾ ശരിക്കും എനിക്കതൊരു ഈശ്വരൻ തന്നൊരു വലിയ വരദാനം പോലെ ഞാനതിനെ കാണുന്നു. എഴുത്തിൻ്റെ മാസ്മരികതകൾ സൃഷ്ടിച്ച മാധവിക്കുട്ടി എന്ന വലിയ എഴുത്തുകാരി ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളും സ്വന്തമാക്കിയ സ്ത്രീയാണ്. ഓരോ നിമിഷങ്ങൾക്കും ആത്മാവുണ്ടെന്ന് തിരിച്ചറിഞ്ഞവൾ. തൻ്റെ ജീവിതം നിമിഷങ്ങളുടെ തീരാത്ത ആസ്വാദനമാണെന്നും ആരും തിരിച്ചറിയാത്ത ഗാഠപ്രണയമാണെന്നും അറിഞ്ഞവൾ. ഒരിക്കൽ അവർ തൻ്റെ പാരമ്പര്യം പങ്കുവയ്ക്കാൻ തനിക്ക് പിൻഗാമിയാവാൻ ഒരാളെ തിരിച്ചറിഞ്ഞതായി പൊതുസഭയിൽ പ്രഖ്യാപിച്ചു. ഞാൻ എൻ്റെ ചിലങ്കകൾ റോസ്മേരിക്ക് സമ്മാനിക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. അന്ന് റോസ്മേരി എഴുത്തിൻ്റെ ലോകത്ത് 16 കവിതകൾ മാത്രം സ്വന്തമായുള്ള ഒരു എഴുത്തുകാരിയാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്താണെന്നറിയാം, എനിക്ക് അതൊരു
ഒരു കുറച്ച് നിഗൂഢമായിട്ട് ഒരു നിഗൂഢ രഹസ്യം പോലെ എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര വൈമുഖ്യമാണ്. കാരണം ശരിക്കും ഒരു എന്താ പറയുന്ന ഒരു സുഗന്ധച്ചെപ്പിനെ നമ്മൾ മൂടി തുറന്ന് പുറത്തെടുക്കും പോലെ, അപ്പം അതിൻ്റെ ആ പരിമളം കാറ്റിലങ്ങ് പടർന്ന് പോവുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാതെ ഞാൻ എൻ്റെ ഒരു രഹസ്യമായ ഒരാനന്ദമായിട്ട് ഞാനതിനെ പരിരക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ ആ ചിലങ്കയിട്ട് നൃത്തം ചെയ്യുന്നോ എന്നൊക്കെ ചിലർ ചോദിക്കും. ഞാൻ അങ്ങനെ ഒരു നർത്തകിയെപ്പോലെ ജീവിതത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ സത്യത്തെ എനിക്ക് തോന്നുന്നു ഞാൻ ഈ ജീവിതത്തിൻ്റെ വിജനമായ വഴികളിൽ കൂടി ഏകാന്തമായിട്ടിങ്ങനെ ശരിക്കൊരു വ്യസനം ഒത്തിരി ഉള്ളിലുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ഏകാന്തചാരിയായിട്ട് ഞാനിങ്ങനെ നടക്കുക. അപ്പോൾ ആ ചിലങ്കകൾ ഞാൻ അണിയാതെ ഒരു എന്താ പറയുക, ഒരു അൾത്താരയിലൊക്കെ നമ്മൾ വിശുദ്ധ രൂപങ്ങൾ സൂക്ഷിക്കുന്ന പോലെ ഞാൻ ആ ചിലങ്കയെ ഇങ്ങനെ ദിവ്യമായിട്ട് ഇങ്ങനെ പരിരക്ഷിക്കുകയാണ്. എനിക്ക് ആമി എന്ന വ്യക്തിയെ കുറച്ച് മാറി നിന്നിങ്ങനെ അപഗ്രഥിക്കുമ്പോൾ എനിക്ക് തോന്നും ഒരു പ്രിസത്തിൻ്റെ ഒരുപാട് വശങ്ങളുള്ളൊരു പ്രിസത്തിനെ പോലെ എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വളരെ ലളിതമായിട്ടത് ഇന്നതാണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ചില കൊട്ടാരങ്ങളുടെയൊക്കെ 5-6 വശത്തേക്ക് തുറക്കുന്ന വാതിലുകളുണ്ട്. അപ്പോൾ ഓരോ കിളിവാതിലിൽ കൂടെ നോക്കിയാൽ ഓരോ ദൃശ്യ, അതുപോലെ അങ്ങനെ ഒരു എത്ര പറഞ്ഞാലും തീരാത്ത പോലെ. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് ആ രചനാലോകം മാധവിക്കുട്ടിയുടെ കഥകൾ യാദൃച്ഛികമായിരിക്കും ഞാൻ ഈയിടെ ആ തിരഞ്ഞെടുത്ത കഥകൾ വീണ്ടും അതെല്ലാം ഒരിക്കൽ കൂടെ വായിച്ചു നോക്കിയായിരുന്നു. അപ്പം നമ്മൾ ഈ സന്ധ്യാകാശത്തെക്കുറിച്ച് പറയുമല്ലോ. അപ്പോൾ ഒരേ ചിത്രകാരനാണ് വരയ്ക്കുന്നത്, പക്ഷേ ഓരോ സന്ധ്യയ്ക്കും ഓരോ നിറക്കൂട്ടുകളാണ്, ഓരോ ദിവസം പുതിയ സന്ധ്യകളാണ്. അപ്പോൾ അതുപോലെ ഓരോ രചനയും ഓരോ കവിതയും ഓരോ പുതിയ അനുഭവങ്ങളാണത്. ആ വ്യക്തിത്വം അതുപോലെ തന്നെയാണ്. ചിലപ്പോൾ നമുക്ക് തോന്നുന്നൊരു ഭയങ്കര കുശ്രുതിക്കാരിയായിട്ട് ഭയങ്കര തമാശ നിറഞ്ഞ ആളുകളെ എപ്പോഴിട്ട് കളിയാക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ഭയങ്കര തമാശക്കാരിയുണ്ട്. ചിലപ്പോൾ ആ ദ സോൾ സ്പീക്സ് എന്നൊക്കെ പറയുന്ന ആനമല കവിതകളൊക്കെയുള്ള ആ ഒരു സമാഹാരം നോക്കിയാൽ അങ്ങേയറ്റത്തെ ഒരു സ്പിരിച്വൽ വേ കൂടെ അതൊരു ഈ എന്താ പറയുന്ന ഒരു അമ്പലത്തിൻ്റെ ആത്തരം ഭക്തിയൊന്നുമല്ല, ഭയങ്കര ഈശ്വരനുമായിട്ട് വളരെ ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ചു പോകുന്ന ഒരു സഞ്ചാരി, അങ്ങനത്തെ ഒരു ഭയങ്കര ആധ്യാത്മികത അതിനകത്ത് കാണാം. അതുപോലെ തന്നെ ഞാൻ ഓർക്കും പ്രണയത്തെ ഇത്രയ്ക്ക് ഉൾക്കൊണ്ട് പ്രണയത്തിൻ്റെ ഭിന്നഭാവങ്ങളെ, അത് പ്രണയത്തിൻ്റെ മാത്രമല്ല സ്നേഹത്തിൻ്റെയും, അപ്പോൾ ആ ഇത്രയ്ക്ക് ഉൾക്കൊണ്ട് അപഗ്രഥിച്ച മറ്റൊരു എഴുത്തുകാരിയില്ല. സ്നേഹത്തിൻ്റെ ഒക്കെ പല തലങ്ങൾ, പ്രണയത്തിൻ്റെ ഇപ്പോൾ ഒരു വിശാല നീലാകാശത്തിന് ചുവട്ടിലൂടെയുള്ളൊരു സഞ്ചാരമോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നൊരു ഇടുക്ക് വഴികൾ, അതിൻ്റെ ഒരു ഇരുണ്ട ഗർത്തങ്ങൾ, തിരസ്കൃതമായ പ്രണയത്തിൻ്റെ ഭയങ്കരമായ നൊമ്പരങ്ങൾ, അതുപോലെ ഒരു എന്താ പറയുന്ന ഒരു റിവെഞ്ചോടുകൂടി സ്നേഹത്തെ കാണുന്നൊരു സ്നേഹ പരിത്യക്തകൾ, അങ്ങനെ ഒരുപാട് ഭിന്ന ഭാവങ്ങൾ സ്നേഹത്തിൻ്റെ അവർ വരഞ്ഞു കാട്ടിയിരിക്കുകയാണ്. ഇത്രയ്ക്കൊരു മനുഷ്യസ്നേഹിയായ മറ്റൊരു എഴുത്തുകാരിയില്ല. അപ്പം ഞാൻ ആ പണ്ട് ഒരു 55 എഴുതിയ കഥകളത്. അപ്പോൾ ഇപ്പോഴും ആ കഥകൾ എത്ര പുതിയതായിട്ട് നമുക്ക് തോന്നുക. അപ്പോൾ ആ കഥയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മനുഷ്യരുടെ മനസ്സിലെ ശോകങ്ങൾ, ഒറ്റപ്പെട്ട മനുഷ്യരുടെയൊക്കെ ഒരു ചെറിയ കുട്ടിയാവാം, അല്ലെങ്കിൽ ഒരു പരിചാരകനാകാം, ആരുമില്ലാത്തൊരു ഗോസായി ആവാം, അതുപോലെ ഒരു ജ്യേഷ്ഠതയ്ക്ക് തകർന്നുപോയ അനുജനെക്കുറിച്ചുള്ള വാത്സല്യമാവാം. അങ്ങനെ ആ കഥകളിലൊക്കെ ഒരു ഭയങ്കരമായ വ്യഥ. എനിക്കൊന്ന് ടി പത്മനാഭൻ്റെ ആദ്യകാല കഥകളുണ്ടല്ലോ, ഇപ്പം എന്താ പറയുന്നത്, മഞ്ഞ നിറവുള്ള റോസാപ്പൂ, സാക്ഷി എന്നൊക്കെ പറഞ്ഞ കഥകളിലൊക്കെ ഒരു അഗാധ ശോകമുണ്ട്. എന്നാൽ അതൊരു വലിയ നിലവിളി പോലെയൊന്നുമല്ല, ഒരു അമർത്തപ്പെട്ട ശോകം. അത് വായിക്കുമ്പോൾ നമ്മുടെ കണ്ണിലിങ്ങനെ കണ്ണുനീർ പൊടിച്ചു വരും. നമ്മൾ ധാരധാരയായിട്ട് കണ്ണീർ ഒഴുക്കില്ല, പക്ഷേ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഒരു വ്യസനഭാരത്താൽ നിറയും. ആമിയുടെ ആ കഥകളൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര എത്ര കണ്ട് മനുഷ്യരെ അടുത്തറിഞ്ഞിട്ടാണ്, എത്രയ്ക്ക് സ്നേഹിച്ചിട്ടാണ് അങ്ങനെയൊക്കെ കഥകൾ എഴുതാൻ പറ്റുകയെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ആമി എറണാകുളത്തേക്കൊക്കെ പോയി കഴിഞ്ഞ് ഞാൻ കൂടെ ഒന്നും കാണാറില്ല, വല്ലപ്പോഴൊക്കെ ആമിയെ പോയി കാണാറുള്ളൂ. പക്ഷേ എനിക്ക് വലിയൊരു ബോധ്യമുണ്ട്, ഒരു ആമി അവിടെ ഉണ്ട്. ഇപ്പം അകലെ ഒരു വാഗമരം നിൽക്കുകയാണ്, പൂവൊക്കെ ചൂടി തളിർത്ത ഇലകളൊക്കെ ആയിട്ടൊരു വാഗമരം. അപ്പം നമ്മൾ ആ മരത്തിൻ്റെ ചോട്ടിൽ പോയി ഇരിക്കാറില്ലായിരിക്കും, പക്ഷെ മരം അങ്ങ് അകലെ അവിടെ ഉണ്ടെന്ന് പറയുന്ന നമുക്ക് വലിയൊരു സമാധാനമാണ്, ഒരു ഭയങ്കര സ്വസ്ഥതയാണ്. അപ്പോൾ അതുപോലെ ആമി അകലെയുണ്ട് എന്നുള്ള ആ ചിന്ത എനിക്ക് എപ്പോഴും
എന്താ പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു സാന്ത്വനം നൽകിയിരുന്നു. അപ്പോൾ പിന്നെ ഈ ചിലങ്കയൊക്കെ ആമി എനിക്ക് തന്നെങ്കിൽ കൂടിയും ഞാൻ ഒരിക്കലും എന്താ പറയുന്നത് അവകാശപ്പെടുന്നൊന്നുമില്ല ആമി എന്നെയാണ് ഏറ്റവും സ്നേഹിക്കുന്ന അങ്ങനെയൊന്നും അല്ലാതെ ആ ഒരു സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ ചന്ദ്രനുണ്ടല്ലോ, ആകാശത്ത് ഇങ്ങനെ നിറചന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മൾ ജനാല തുറന്നിടുമ്പം നമ്മൾ വിചാരിക്കും ഈ ചന്ദ്രൻ എൻ്റെ മാത്രമാണെന്ന്, ഈ ചന്ദ്രൻ ഞാനും മാത്രമേ ഉള്ളൂ, എനിക്ക് വേണ്ടി മാത്രമേ ഈ ചന്ദ്രന്. അതുപോലെ ആമിയുടെ സ്നേഹം ആ ചന്ദ്രൻ്റെ സ്നേഹം പോലെ അതിങ്ങനെ ഇങ്ങനെ ജാലകം തുറന്ന് എത്തുന്ന എല്ലാവർക്കും ഒത്തിരി പേരെ എനിക്കറിയാം ആ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവരെ. അപ്പോൾ ആ ചന്ദ്രനെ പോലെ അല്ലെങ്കിൽ ഒരു കാറ്റുണ്ടല്ലോ തൊടികളിൽ കൂടി ഇങ്ങനെ കടന്നു പോകും, നമ്മളതിന് എതിരെ സഞ്ചരിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും. അപ്പം ഞാൻ വിചാരിക്കും കാറ്റ് എനിക്ക് വേണ്ടി മാത്രമാണെന്ന്. അങ്ങനെ ആമി ഒരു നിറചന്ദ്രനെ പോലെയോ ഒരു കാറ്റിനെ പോലെയോ എല്ലാവരെയും തഴുകി ഇങ്ങനെ കടന്നു പോവുകയാണ്. കിനാവ് കണ്ട രാധ. കൃഷ്ണ, നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിച്ചില്ല. നിന്റെ കരവലയത്തിൽ ഒതുങ്ങിയപ്പോൾ ഋതുക്കൾ മാറുന്നതും ഇലകൾ കൊഴിയുന്നതും മഞ്ഞു വീഴുന്നതും ഞാൻ അറിഞ്ഞതുമില്ല. എന്നിൽ വസന്തം നിറഞ്ഞു നിന്നു, നിത്യവും അനശ്വരമായ പ്രേമം. നീ എന്നിൽ പ്രവേശിച്ചപ്പോൾ ഈ ശരീരം നിൻ്റെ ഗൃഹമായി, ഈ ആത്മാവ് നിൻ്റെ ശയ്യാഗൃഹം. ഒരു പ്രതിമ മാത്രമായിരുന്നു ഞാൻ, കല്ലായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൾ, സംഗീതം ശ്രവിക്കാത്തവൾ, വാർദ്ധക്യത്തിലേക്ക് നിരന്തരം മെല്ലെ മെല്ലെ ചരിച്ചവൾ, സൃഷ്ടിയുടെ പൊരുൾ തേടിയവൾ. നീ വെറും കിനാവെന്ന് ഈ രാധ വിശ്വസിക്കണോ? സ്വർഗവും വെറും കിനാവായി മാറിയോ? ഈ മാധവിക്കുട്ടിയുടെ രചനകളെക്കുറിച്ച് ചോദിച്ചാൽ ആമി എന്തെഴുതിയാലും അത് വെറുതെ ഒരു എന്താ പറയുന്ന ഒരു ബോംബ് സ്ഫോടനത്തെക്കുറിച്ചോ അതല്ലെങ്കിൽ ഒരു വർഗീയ കലാപമായിരിക്കാം, അത്രയ്ക്ക് ഗൗരവമേറിയ ഒരു പ്രശ്നമാണെങ്കിൽ പോലും ആമി അതെഴുതുമ്പോൾ ആ അക്ഷരങ്ങളൊരു ഭയങ്കര ഒരു സ്വപ്നത്തിൻ്റെ തലത്തിലേക്ക് പോവും. അപ്പം ഞാൻ പലപ്പോഴും ഓർക്കും ആ കഥകളൊക്കെ, പ്രത്യേകിച്ച് കഥകളൊക്കെ വായിക്കുമ്പോൾ കഥകളിലെ ആ തെളിനീരുള്ള ജലാശയങ്ങളും സ്വർണ്ണ മത്സ്യങ്ങളും നീന്തി തുടിക്കുന്ന പൊയ്കളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു മനുഷ്യ സ്ത്രീയല്ല, ഒരു യക്ഷകിന്നര ലോകത്തുനിന്ന് കാൽ തെറ്റി ഭൂമിയിലേക്ക് വന്ന ഒരാളാണ് ഇതൊക്കെ എഴുതിയതെന്ന്. അത്രയ്ക്കൊരു മാന്ത്രികതയുണ്ട് അക്ഷരങ്ങൾക്ക്. ശരിക്കും ഒരു ഉജ്ജ്വല നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്ന ബിംബങ്ങളും ഭാഷയൊക്കെയാണത്. പിന്നെ ഈയിടെ ഞാൻ ഈ ഭാസ്കര മാഷ് മരിച്ചു കഴിഞ്ഞ മാഷിനെ കുറിച്ചുള്ള ഓരോ അപഗ്രഥനങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴും ആ വരികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഞാൻ അവർ രണ്ട് സഞ്ചരിച്ചിരുന്ന പാതകൾ പാടെ വിഭിന്നമാണ്. എന്നാൽ പോലും എവിടെ വെച്ചോ ഒരു സമാനത ഞാൻ കാണുകയാണ്. കാരണം ഏറ്റവും ലളിതമായ പദങ്ങളിൽ കൂടി, ഏറ്റവും ലളിതമായ വാചകങ്ങളിൽ കൂടി വികാരത്തിൻ്റെ ഒരു വലിയ പ്രപഞ്ചം ഇവർ രണ്ടുപേരും തുറന്നിട്ടു. അതുപോലെ ഈ ഭാസ്കർ മാഷിൻ്റെ അവസാനത്തെ ചില ഇൻ്റർവ്യൂകൾ ഞാൻ കാണുക, വളരെ പരിശീലനാണ്, സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് പോലും ഈ അഭിമുഖക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ, കുട്ടികൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചില പാട്ടുകളൊക്കെ, പ്രത്യേകിച്ച് ഒരു പുഷ്പം മാത്രം എന്നൊക്കെയുള്ള പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സ്വന്തം ശബ്ദത്തിൽ, അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ശ്രുതി തെറ്റിപ്പോവാം, സ്വരത്തിന് മാധുര്യം കുറഞ്ഞു പോയിരിക്കുക, എന്നിട്ട് പോലും അദ്ദേഹം പാടുകയാണ്. അതുപോലെ ഞാൻ ഈ ആമി അങ്ങോട്ട് പൂനെക്ക് പോകുന്നതിന് മുമ്പ് കാണാൻ ചെന്നപ്പോൾ വളരെ ക്ഷീണിതയായിരുന്നു. അപ്പോൾ എന്നിട്ട് പോലും ഓരോരുത്തരൊക്കെ വന്ന് നമുക്ക് കുറച്ച് സംസാരിക്കണമെന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ അഭ്യർത്ഥിക്കുമ്പോൾ ആമി ആദ്യം പറയും എനിക്ക് ഒട്ടും വയ്യല്ലോ. പക്ഷെ അവരുടെ ആ ഒരു നിർബന്ധത്തിനും പ്രേരണയ്ക്കൊക്കെ വഴങ്ങി വളരെ ക്ഷീണിതമായിട്ട് വോക്കറിലൊക്കെയാണ് കസേരയിൽ വന്നിരിക്കുന്നത്. എന്നിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ക്ഷമയോടെ ഉത്തരം പറയുക. എനിക്ക് തോന്നുന്നില്ല ഒരു എഴുത്തുകാരൻ പോയിട്ട് അമേരിക്കയിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എഴുത്തുകാരെ മുൻകൂട്ടി 5-6 മാസം മുമ്പ് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഇതങ്ങനെ ഒന്നുമില്ല, ആരും എപ്പോഴും കടന്നു വരിക. അപ്പോൾ അത്രയ്ക്ക് വയ്യാഞ്ഞിട്ടും അവരോടൊക്കെ സംസാരിക്കുക, അതൊക്കെ ഒരു അഗാധമായൊരു സ്നേഹവായ്പിൻ്റെ ചിഹ്നങ്ങളാണ്. അപ്പം തൻ്റെ സ്വന്തം ക്ഷീണങ്ങളൊക്കെ മറന്നിട്ടും ഇങ്ങനെ അവരോടൊക്കെ ഇങ്ങനെ വളരെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. അപ്പം ഞാൻ കണ്ടെന്ന വർത്തമാനത്തിനിടയ്ക്കൊക്കെ കുഴഞ്ഞു പോവുക, ക്ഷീണം കൊണ്ട് ഉറക്കത്തിലേക്കൊക്കെ വഴുതി പോവുക. എന്നിട്ട് പോലും ആരെയും നിരാകരിക്കാതെ അതൊരു എന്താ പറയുക, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നൊരു മനസ്സിൻ്റെ പ്രതിബിംബമാണത്. എനിക്കെപ്പോഴും തോന്നും നമ്മൾ മലയാളികൾ മാധവിക്കുട്ടിയെ വളരെയേറെ തെറ്റിദ്ധാരണ നിറഞ്ഞൊരു കണ്ണുകളോടെയാണ് നോക്കുന്നതെന്ന്. അപ്പോൾ ഈ പല പ്രാവശ്യവും, അതായത് ഈ സ്ത്രീ പീഡനത്തെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഒരിക്കൽ മാധവിക്കുട്ടി പറഞ്ഞു, ബലാത്സംഗത്തിന് ഇരയാകുന്ന പെൺകുട്ടി എൻ്റെ മകളാണെങ്കിൽ ഞാൻ അവളോട്
ഡെറ്റോൾ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് എത്രയും വേഗം അതൊക്കെ മറക്കാൻ പറയുന്നു. അപ്പം ആമി ശരിക്കും ഉദ്ദേശിച്ച് അങ്ങനെ ഒരു ആക്രമണത്തിന് ഇരയായ പെൺകുട്ടിയുടെ ജീവിതം അതോടുകൂടി തകരുന്നൊന്നുമില്ല, അവൾ കുറച്ചുകൂടി ശക്തിയായിട്ട് ജീവിതത്തിലേക്ക് വരണം, അങ്ങനെയായിരുന്നു അവർ ധ്വനിപ്പിച്ച്. പക്ഷെ അതിനൊക്കെ വളരെ വളരെ വികലമായിട്ടാണ് ആളുകളെടുത്ത്. അതുപോലെ തന്നെ കാർഗിൽ യുദ്ധകാലത്ത് യുവാക്കന്മാർ മരിച്ച് നമ്മുടെ സൈനികരൊക്കെ മരിച്ച് വളരെ ദുഃഖത്തിൻ്റെ അവസ്ഥയാണല്ലോ. അപ്പോൾ ആമി പറഞ്ഞു ഇതുപോലെ തന്നെ മറു സൈഡിൽ അമ്മമാരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവിടെ ഇതുപോലെ നമ്മുടെ ശത്രുവിൻ്റെ അമ്മയാണെങ്കിലും ആ ദുഃഖമെല്ലാം ഒന്നാണ് എന്ന്. അപ്പോൾ അന്നും അതൊക്കെ ഓരോ വിവാദമായി തീർന്നു. അതുപോലെ വളരെ വൈകി പ്രണയത്തിൽ ഏർപ്പെടുകയും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോഴും അതൊക്കെ ഒരു ഒരു കാമത്തിൻ്റെ ഒരു ഇതായിട്ടാണ് ആളുകൾ കണ്ട്. ശരിക്കും അത് ഒരു ശരീരത്തിൻ്റെ ഇച്ഛകൾക്കൊക്കെ അപ്പുറം മാനസികമായ ഒരു ഏകാന്തതയിൽ നിന്ന് കാക്ഷിക്കുന്ന പ്രണയമാണെന്നൊന്നും ആളുകൾക്കന്ന് അവർ തിരിച്ചറിഞ്ഞേയില്ല. പക്ഷേ അതൊക്കെ ആമയെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. വേറൊരു മറുവശമുണ്ട്. ഞാൻ ആമയുടെ ജീവിതം കാണുമ്പോൾ എപ്പോഴും ഓർക്കും, ഈ ആശപൂർണ ദേവിയുടെ നോവൽ ത്രയങ്ങളുണ്ടല്ലോ, അതിൽ സുവർണലതയുടെ കഥയുണ്ട്. അപ്പോൾ ആ കഥയ്ക്ക് ആമുഖമായിട്ട് ആശപൂർണ ദേവി എഴുതുന്ന ഒരു വാചകമുണ്ട്. അതായത് ഈ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ കാട്ടിക്കൂടെ പാത തെളിച്ചു പോവുകയാണ് സുവർണലതയെ പോലെയുള്ള ആളുകൾ. അപ്പോൾ ആ പാതയൊക്കെ വൃത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കുന്ന ആ ഒരു വഴിയിൽ കൂടെ പിന്നീടുള്ളവരുടെ രഥം പോകുന്നത്. അപ്പോൾ ആ തേര് തെളിക്കാൻ വഴിയൊരുക്കുന്നവർ അവരൊരുപാട് മുറിവുകൾ ഏൽക്കുന്നുണ്ട്, അവരുടെ കാൽപാദങ്ങൾ കല്ലുകളിലൊക്കെ തട്ടി വേദനിക്കുന്നുണ്ട്. ആ ഒരു ത്യാഗം ഉണ്ടാക്കിയ വഴിയിൽ കൂടെ പിന്നീടുള്ളവർ സുഗമമായി യാത്ര ചെയ്യുകയാണെന്ന്. ഇപ്പം ഞാനോർക്കും കേരളത്തിലെ എഴുത്തുകാരികൾക്ക് സ്ത്രീകൾക്ക് പൊതുവെയും ആമയുടെ ഒരു ധീരമായൊരു പാത തെളിക്കലുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പിന്നീടുള്ളവർക്കത് അതിനെ പിന്തുടർന്നാൽ മാത്രം മതി. അപ്പോൾ സ്വയം വേദനിച്ചും മുറിവേറ്റുമൊക്കെയാണ് അവരാ വഴി ഉണ്ടാക്കി തീർത്തത്. അപ്പോൾ പിന്നെ ഞാൻ ആമയുടെ മതം മാറ്റവും ഇങ്ങനെ ഞാൻ പ്രണയത്തിൽപ്പെട്ടു എന്നും വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടല്ലോ. അതിനുശേഷം ഞാൻ നമ്മുടെ ഈ പൊതുജീവിതത്തിൽ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഒരുപാട് പേര് ഏകാന്തതയിൽ കഴിയുന്ന ഒത്തിരി വൃദ്ധർ, അതായത് 60-70 ഒക്കെ വയസ്സ് കഴിഞ്ഞവർ പിന്നീട് വിവാഹിതരാകാൻ തീരുമാനിച്ചു. ശരിക്കും എനിക്കൊന്ന് ആമി അവർക്ക് ധൈര്യം കൊടുത്തുവന്ന്. അപ്പോൾ ഈ ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഒരു ജീവിത സഖിയൊക്കെ വേണമെന്നുണ്ട്. പക്ഷെ അവർക്ക് തുറന്ന് പറയാനൊരു ഭയം ഉണ്ടായിരുന്നു. ആ ഭയം നീങ്ങിയിട്ട് ഇപ്പം നമ്മൾ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് 70 വയസ്സുള്ളവർ 80 വയസ്സുള്ളവരൊക്കെ വിവാഹം കഴിക്കുന്നുവെന്ന്. അപ്പോൾ അതൊരു ആമി സഹിച്ച ത്യാഗത്തിൽ നിന്ന് അങ്ങനെയൊക്കെ ഒരുപാട് പ്രയോജനങ്ങളുണ്ടായി. അതുപോലെ വിവാഹത്തോടെ പ്രണയങ്ങളൊക്കെ അസ്തമിക്കുന്നു എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയുടെ ജീവിതം അത് സ്നേഹവും അത്തരം കാമനകളൊക്കെ വിവാഹത്തോടെ തീരുന്നുവെന്ന് അത് ധീരമായിട്ട് തിരുത്തി എഴുതിയ ഒരാളാണ് ആമി. കമലാ സുരയ്യയുടെ യാത്രാമൊഴികൾ എന്നും വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്താറുണ്ട്. ഇപ്പോൾ കൊച്ചിയോട് വിട പറയുമ്പോൾ അതും വിവാദം തന്നെ. പക്ഷേ തൻ്റെ കാൽപ്പനിക ലോകത്തിരുന്ന് ഈ വിവാദങ്ങളോടൊക്കെ കമല പ്രതികരിക്കുന്നത് കാവ്യാത്മകമായിട്ടാണ്. കൂടുമാറി പറന്നു പോകുന്ന വാനമ്പാടിയെപ്പോലെ. പുതിയ മനുഷ്യർ, പുതിയ ചുറ്റുപാടുകൾ, പുതിയ ഭാഷ, ഇതൊക്കെ കൗതുകത്തോടെ കാണാനുള്ള ശിശുസഹജമായ ഒരു ഔത്സുക്യം ഈ എഴുത്തുകാരിയിലുണ്ട്. ആമിയുടെ ഈ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ ഓരോന്നും പിന്നിലാക്കി എനിക്ക് തോന്നുന്നു അത് ആമി ബോധപൂർവം എടുത്തൊരു നിലപാടാണ്. കാരണം അവർ പലയിടത്തും പറയുന്നുണ്ട്, ഞാൻ വേരുകൾ മറക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുപോലെ ഒരു പൂച്ചയെ പോലെ 9 ജന്മങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഓരോ ജന്മവും അവർ ആഹ്ലാദിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഒരു മുസ്ലിം ആയപ്പോൾ പോലും ആ വേഷവും ആ ആചാരങ്ങളും ഒക്കെ അതും ആസ്വദിച്ചിരുന്നു. അത് സങ്കടത്തോടെയൊന്നുമല്ല, ശരിക്കും മറ്റൊരു ജന്മം പോലെ. അപ്പോൾ ഈ പോകുന്നതിന് മുമ്പ് ആമി പറഞ്ഞു, പോകുന്ന എനിക്ക് വേറൊരു ജന്മമായിരിക്കും, വേറൊരു ഭാഷ പറയുകയും വേറെ ആളുകളെ കാണുകയും വേറൊരാകാശമൊക്കെയാണെന്ന്. അപ്പോൾ ഈ വേദനിച്ചു പോകുന്നു എന്നതിനേക്കാളും സ്വയം തിരഞ്ഞെടുത്ത ഒരു പാത. പിന്നെ എനിക്ക് തോന്നും ഈ വിവാദങ്ങളൊക്കെ കുറേയൊക്കെ ആമി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വിവാദങ്ങളും അത്തരം ഒരു പ്രകമ്പനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ കുറേയൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു സങ്കടപൂർണമായൊരു യാത്ര പറയലായിട്ട് കാണാതെ മറ്റൊരു ജന്മവും മറ്റൊരു തുടക്കവും ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. പിന്നെ മറ്റൊരു ഒരു എഴുത്തുകാരി എന്നുള്ള ഇതൊക്കെ വിട്ടിട്ട് മാനസികമായ തലത്തിൽ നോക്കിയാൽ ആമി 2 ജന്മത്തിനുള്ള എഴുതി കഴിഞ്ഞു. നമുക്ക് എത്രയോ കഥകളും കവിതകളും ഒക്കെ ആയിട്ട് ആ ജന്മം നമുക്ക് പകുത്തു തന്നു. അപ്പോൾ അങ്ങനെ ഒരാൾക്ക്
ഈ ഒരു ജീവിത സായാഹ്നത്തിൽ വിശ്രമം ആവശ്യമാണ്. നിരന്തരമായ ആളുകളുടെ കടന്നുവരവും ഒരിക്കലും നിലയ്ക്കാത്ത ഫോൺ മണി ഒച്ചകളും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ച് സമയം പോലും അവർക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പോൾ പൂനെയിൽ ഒരു ഫ്ലാറ്റിൻ്റെ 6ാം നിലയിലാണ്. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് ജനവാതിലുകളൊക്കെ തുറന്നിട്ട് കാറ്റിനെയും നക്ഷത്രങ്ങളെയൊക്കെ ഇങ്ങനെ കൈ തൊട്ടാൽ അത്ര അടുത്ത് എന്ന പോലെ കാണുകയും ഇഷ്ടം പോലെ വിശ്രാന്തിയൊക്കെ അനുഭവിക്കണം. അപ്പം അങ്ങനെ മറ്റൊരു സ്വസ്ഥ ജീവിതത്തിലേക്ക് അവർ നടന്നു പോവുകയാണെന്ന് നമുക്ക് എല്ലാ ഭാവുകങ്ങളും ആശംസിക്കാം. പിന്നെ ആമി തൻ്റെ ആരോഗ്യമൊക്കെ വീണ്ടും കേരളത്തിലേക്ക് വരുമെന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ്. ശരിക്കും എല്ലാ വായനക്കാരെ പോലെ ഞാൻ ആ വരവ് കാത്തിരിക്കുകയാണ്. കാരണം ആമി അല്ലാതെ ആരുണ്ട് നമുക്ക് സത്യങ്ങൾ ഇങ്ങനെ മുഖം നോക്കാതെ തുറന്ന് പറയാനും എന്തിനെക്കുറിച്ചും വളരെ സ്പോണ്ടേനിയസ് ആയിട്ടൊക്കെ ഉത്തരങ്ങൾ പറയാനൊക്കെ നമുക്കിനി ആരാ ഉള്ളതെന്ന് ഞാനിങ്ങനെ വ്യസനത്തോടെ ഓർത്ത് പോവുകയാണ്. ആമിയുടെ വേർപാട് റോസ്മേരിക്ക് കടുത്ത നിരാശ നൽകിയെങ്കിലും ഒരു കാത്തിരിപ്പ് ബാക്കിയുണ്ട്. ആമിയുടെ തൂലികയിൽ വിരിയുന്ന അക്ഷരക്കൂട്ടങ്ങൾക്കായുള്ള കാത്തിരിപ്പ്, പ്രിയപ്പെട്ടവളുടെ എഴുത്തിൻ്റെ മായാജാലങ്ങൾക്കായുള്ള കാത്തിരിപ്പ്. ആമിയുടെ ഇനി പുറത്തിറങ്ങുന്ന ആദ്യത്തെ ലേഖനം, കവിത, ഒരു കുറിപ്പ്, എന്തായാലും അത് തൻ്റെ ഹൃദയത്തിൽ മഴയായി പെയ്തിറങ്ങുമെന്ന് റോസ് പറയുന്നു. ആ മഴയ്ക്കു വേണ്ടി റോസിനൊപ്പം ലോകം മുഴുവനും കാത്തിരിക്കുന്നു. ആമിയുടെ ചിലങ്കകൾ സ്വന്തമാക്കാൻ ഭാഗ്യം സിദ്ധിച്ചവൾക്കൊപ്പം നമുക്കിനി ആമിയെ വീണ്ടും വീണ്ടും വായിക്കാം. ജീവിതത്തിൻ്റെ നിഗൂഢ രഹസ്യം പോലെ, അമൂല്യമായ സുഗന്ധച്ചെപ്പ് പോലെ, സുഗന്ധം ഒട്ടും ചോർന്നു പോകാതെ ആരോടും പങ്കുവയ്ക്കാതെ റോസ് ആ സ്വകാര്യ ആനന്ദം അനുഭവിക്കുകയാണ്. ആ ചിലങ്കകൾ നെഞ്ചോട് ചേർത്തുകൊണ്ട് ഇവിടെ നിമിഷങ്ങൾ പുനർജനിക്കുന്നു. അവ പ്രണയാർദ്രമാകുന്നു.